ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഹെഡേക്ക് തരുന്ന ഒരു വിഷയമാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് പോകുന്ന ടാക്സ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും എന്ന് പറഞ്ഞാൽ ടാക്സ് പിടിക്കും. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇടുന്നതെങ്കിൽ അതിൽ NRO അക്കൗണ്ട് വഴിയാണ് ഇടുന്നതെങ്കിൽ 31.6% നമുക്ക് ടാക്സ് പിടിക്കും. സോ ഏതൊരു തരത്തിലുള്ള അസറ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രിസിയേഷന് നമ്മൾ ടാക്സ് കൊടുക്കാൻ ഇന്ത്യയിൽ ബാധ്യസ്ഥരാണ്. ഈ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം ചെല്ലുന്തോറും ടാക്സ് കൂടാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് എന്ത് അപ്രിസിയേഷൻ ആണോ കിട്ടുന്നത് ആ അപ്രിസിയേഷന്റെ വാല്യൂ കുറഞ്ഞു വരും ബിക്കോസ് ഓഫ് ടാക്സ്. ഈ ടാക്സ് ഒഴിവാക്കി എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഹബ്ബാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഡെഫിനറ്റ് ആയിട്ടും NRIസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് തന്നെ പറയാം. റെസിഡന്റ് ഓഫ് ഇന്ത്യൻസിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, NRIസിന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ NRIs ആയിട്ടുള്ള US കാനഡയിലുള്ള NRIസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലും യൂറോപ്പിലുള്ളവർക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഗിഫ്റ്റ് സിറ്റിയുടെ പ്രത്യേകത? ഏതൊക്കെ ഫണ്ടുകളിൽ നമുക്ക് ഗിഫ്റ്റ് സിറ്റി വഴി ഇൻവെസ്റ്റ് ചെയ്യാം? എന്തുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം? പ്രധാനമായിട്ടുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ടാക്സ് എഫിഷ്യന്റ് ആണ്. എന്താണ് ഈ ടാക്സ് എഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമുക്കൊരു പ്രോഫിറ്റ് ലാഭം കിട്ടുന്നു, ആ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ഒറ്റ രൂപ പോലും ടാക്സ് അടക്കുന്നില്ല. അത് ഗിഫ്റ്റ് സിറ്റിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ്. ഏത് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് നിങ്ങൾക്ക് ടാക്സ് അടക്കാതെ കിട്ടും? അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല. ആ സമയത്താണ് ഗിഫ്റ്റ് സിറ്റി ഇത്രയും പോപ്പുലർ ആകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന് 1 രൂപ പോലും നിങ്ങൾ ടാക്സ് അടക്കണ്ട. ഇറ്റ് ഈസ് ദ ടാക്സ് എഫിഷ്യന്റ് മെത്തേഡ് ആണ്. ഇതൊരു റെഗുലേറ്റഡ് ആണോ? നമുക്കറിയാം ഇന്ന് ഒരുപാട് രീതിയിലുള്ള അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ പോയി നമ്മുടെ ക്യാപിറ്റൽ ഇടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപിറ്റൽ ആദ്യം കുറച്ചു കാലമൊക്കെ ലാഭം കിട്ടും, പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലാഭവും കിട്ടൂല, നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് റെഗുലേറ്റഡ് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ നിക്ഷേപിക്കണം എന്ന് പറയുന്നത്. റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ റെഗുലേഷൻസ് ഉണ്ട്. അതേപോലെ ഗിഫ്റ്റ് സിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് IFSCA എന്ന് പറയും, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ അതോറിറ്റി. ഈ ബോഡിയാണ്, ഈ അതോറിറ്റിയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ നിക്ഷേപം അവിടെ സുരക്ഷിതമാണ് എന്നർത്ഥം. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗ്ലോബലി അലൈൻഡ്. ഇനി ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് നമുക്കൊരു സമയം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുത്ത്, ഒരുപക്ഷെ ഇപ്പൊ യൂറോപ്പിലോ മറ്റ് രാഷ്ട്രങ്ങളോ താമസിക്കുന്നവരാണ്, ഇവർ ഗൾഫിൽ താമസിക്കുന്നവർക്കാണെങ്കിലും അവർക്ക് അവിടെ ഒരു പണത്തിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റിലുള്ള ആ നമ്മൾ ഇട്ട ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും അതിൽ നിന്നുള്ള ലാഭവും ചേർത്ത് ഒരുപക്ഷെ നമുക്ക് തിരിച്ചങ്ങോട്ട് എടുക്കേണ്ടി വരും. അത് ഇന്ന് വളരെ ഈസിയാണ്. കാരണം ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ട് വഴിയല്ല എന്നുള്ളതാണ്. പിന്നെ ഏത് അക്കൗണ്ട് വഴിയാണ്? നിങ്ങൾ ഗൾഫിലാണ് താമസിക്കുന്നതെങ്കിൽ ഗൾഫിൽ നിങ്ങൾ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ ബാങ്കിൽ നിന്നായിരിക്കും ഗിഫ്റ്റ് സിറ്റിയിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തിരിച്ച് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ അക്കൗണ്ടിലായിരിക്കും നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു വരുന്നത്. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, അതായത് റീപാട്രിയേഷൻ. ഗൾഫിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്ത ലാഭം തിരിച്ച് ഗൾഫിലോട്ട് എടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി ഇന്ത്യാസ് ഗേറ്റ് വേ ടു ദ ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് സിറ്റി വഴി നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി വേറെ ആൾ ആലോചിക്കുന്നു, എനിക്ക് ഇന്ത്യയിൽ പോരാ, എനിക്ക് മറ്റ് രാജ്യങ്ങൾ US, കാനഡ, സൗത്ത് കൊറിയ, ജപ്പാൻ, ഇത്തരത്തിൽ എല്ലാ കൺട്രീസിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇന്ന് ഗിഫ്റ്റ് സിറ്റിയിൽ അവൈലബിൾ ആണ്. ഗിഫ്റ്റ് സിറ്റിയിൽ ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? ഡെഫിനറ്റ് ആയിട്ടും ഗിഫ്റ്റ് സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽസിനും, അതേപോലെ ഇന്ത്യയിലുള്ള ആളുകൾ ഫോറിൻ കൺട്രികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്പനികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനികൾക്കും അവിടെയുള്ള വ്യക്തികൾക്കും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരൊറ്റ തകരാറുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ US-ലോ കാനഡയിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ ഓൺ ബോർഡിംഗ് പ്രോസസ്സ്?
നമുക്കറിയാം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ NRIs ഫേസ് ചെയ്യുന്ന വളരെ വലിയൊരു ചലഞ്ചാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ചില സമയങ്ങളിൽ എംബസി അറ്റസ്റ്റേഷൻ വേണ്ടി വരും, നോട്ടറി അറ്റസ്റ്റേഷൻസ് വേണ്ടി വരും, പേപ്പർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിക്ക NRIസും എൻ്റെ അറിവനുസരിച്ച് ഒരു NRI ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര തലവേദന ആകുമ്പോൾ അവസാനം അവർ അതങ്ങോട്ട് വിട്ടുകളയും. ആ അവസ്ഥയിലാണ് ഗിഫ്റ്റ് സ്വിഫ്റ്റ് ഏറ്റവും സിമ്പിൾ പ്രോസസ്സായിട്ട് വരുന്നത്. വെറും നിങ്ങൾക്ക് വേണ്ടത് രണ്ട് ഡോക്യുമെന്റ് ആണ്. ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ട്, ഒന്ന് നിങ്ങൾ ഏത് കൺട്രിയിലാണോ താമസിക്കുന്നത് ആ കൺട്രിയിലുള്ള റെസിഡന്റ് പെർമിറ്റ് അല്ലെങ്കിൽ അവിടുത്തെ വിസ. ഈ 2 ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഗിഫ്റ്റ് സ്വിഫ്റ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഗിഫ്റ്റ് സ്വിഫ്റ്റിൽ ഉള്ള വർക്ക് ചെയ്യുന്ന ഫണ്ടിനകത്തോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാഷ് എടുക്കാനായിട്ട് പറ്റും. സോ NRIസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്യുമെന്റേഷൻ ഹെഡേക്സും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആലോചിക്കാം, ഞാൻ ദുബായിലാണ് നിൽക്കുന്നത്, എനിക്ക് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം മതിയെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി വേറൊരു വ്യക്തി ആലോചിക്കുന്നു, എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പോരാ, എനിക്ക് അതേ സമയം ജപ്പാനിലും US-ലും കാനഡയിലും എല്ലാം ഒരു മിക്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6% മുകളിലാണ്. എന്നാൽ വേൾഡ് GDP ഗ്രോത്തിന്റെ ആവറേജിനേക്കാളും ഇന്ത്യ ഇന്ന് മുകളിലാണ്. നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ തന്നെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്തും ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് വേൾഡിന്റെ GDP ഗ്രോത്തുമാണ്. എന്തുകൊണ്ടും നമ്മുടെ റെഡ് ലൈൻ ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വേൾഡ് ആവറേജിനേക്കാളും മുകളിലാണ്. അതുകൊണ്ടാണ് ഒരു ഗ്രോവിംഗ് എക്കണോമിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടാറ്റ ഇന്ത്യ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ടാണ്. ഈ ടാറ്റ ഇന്ത്യ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ട് 100% ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഇതിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ 50%, അതായത് ഇതിൽ മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് $500 ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. $500 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഒരു റേറ്റ് പ്രകാരം ഒരു 45,000 രൂപ വരും ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ $500 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 0 to 50, അതായത് ഫസ്റ്റ് 50% നിങ്ങൾ അടക്കുന്ന തുകയുടെ 50% ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള സെക്ടോറൽ തിമാറ്റിക് ഫണ്ടുകളിലാണ് എന്നർത്ഥം. സെക്ടോർ എന്ന് പറഞ്ഞാൽ IT ഇൻഡെക്സ് ആകാം, ഓട്ടോ ഇൻഡെക്സ് ആകാം, ഇത്തരത്തിലുള്ള സെക്ടോറൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ ബാക്കി വരുന്ന 50% ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മാൾ ക്യാപ് സെഗ്മെന്റുകളിലാണ് ഈ ടാറ്റ ഇന്ത്യ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു മികച്ച ഓപ്ഷനാണ്. കാരണം ഇന്ത്യ ഒരു ഗ്രോവിംഗ് എക്കോണമി ആണ് എന്നുള്ളത് കൊണ്ട്. പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുപരി മറ്റു രാഷ്ട്രങ്ങളിലോട്ടും കൂടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വളരുന്ന കമ്പനിയുടെ വളർച്ച കൂടി നമുക്ക് കിട്ടും. അത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് Airbnb. നിങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇന്റർനാഷണൽ ട്രിപ്പുകളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ Airbnb കുറിച്ച് കേൾക്കാതിരിക്കാൻ ഒരു ചാൻസസും ഇല്ല. കാരണം നമ്മൾ ഇന്ന് അക്കോമഡേഷൻസ് വേറെ കൺട്രീസിൽ എവിടെയെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി മെത്തേഡ് വഴി Airbnb ആ ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ Airbnb, അതേപോലെ BMW കാർ നിങ്ങൾ കേട്ട ബയറിഷ് മോട്ടോർ വാഗൺ എന്ന് പറയുന്ന ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള BMW കാർ മാനുഫാക്ചർ ചെയ്യുന്ന BMW കാറിന്റെ ഷെയറുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. പ്യൂമ ഇന്ന് ഡ്രസ്സുകളും സ്പോർട്സ് ടൈപ്പ് ഷൂസുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. സോ ഇത്തരത്തിലുള്ള ഗ്ലോബൽ എക്സ്പോഷറുകളുള്ള കമ്പനികൾ കൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനും ഇന്ന് ഗിഫ്റ്റ് സ്വിഫ്റ്റ് വഴി ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനത്തിൽ വേൾഡിൽ എടുത്തു കഴിഞ്ഞാൽ 3 തൊട്ട് 4% വരെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നത്. എന്നാൽ ബാക്കി 96% നിൽക്കുന്നത് US, കാനഡ, ജപ്പാൻ, യൂറോപ്പ്, മറ്റ് ഒരുപാട് കൺട്രീസിന്റെ ഇതും കൂടി ചേർന്നാണ് 96% വരുന്നത്. അപ്പൊ ഇത് നോക്കിക്കേ, നിങ്ങളൊരു ലോകത്തിന് നമ്മൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 4%. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വെറും ലോകത്തിൽ തന്നെ ഉള്ള ഈ 100% ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും നിങ്ങൾ അതിൽ 4% ഉപയോഗിക്കുന്നുള്ളൂ എന്നർത്ഥം.
അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് വൈഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് മാത്രമാണോ? ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ കഴിഞ്ഞ ഡിസംബർ 2012 തൊട്ട് ഡിസംബർ 2016 വരെ വന്ന ഒരു ക്രൈസിസ് ടൈമിൽ സംഭവിച്ചത്, ഇതിൽ ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് വേൾഡ് മാർക്കറ്റാണ്, ഗ്രേ കളറിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റ് വീണിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് ഏകദേശം 50% തൊട്ട് 40%-ത്തിനടുത്താണ്. എന്നാൽ ഇവിടെ കിടക്കുന്ന ഈ വേൾഡ് മാർക്കറ്റ് വീണ് കിടക്കുന്നത്, ഈ ഗ്രീൻ കളറിൽ കാണുന്ന വേൾഡ് മാർക്കറ്റ് വീണ് കിടക്കുന്നത് വെറും -10%. വേൾഡ് മാർക്കറ്റ് 10% വീണ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് വീണത് 40%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കാലയളവിൽ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ലോസോടെ 50%. എന്നാൽ നിങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതേസമയം തന്നെ നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലോസ് 40%-അല്ല 20%-മോ അതിൽ താഴുമായിരിക്കും. ഇതുകൊണ്ടാണ് ഒരു കൺട്രിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം. ഇത് മാത്രമാണോ ഡാറ്റ? അല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, 2014 തൊട്ട് 2024 വരെയുള്ള ഓരോ വർഷക്കാലവും എന്താണ് സംഭവിക്കുന്നത്? ഈ ഓരോ വർഷക്കാലവും 2014 ഇന്ത്യൻ മാർക്കറ്റാണ് ഇവിടെ ഔട്ട് പെർഫോം ചെയ്ത് നിന്നത്. 24% ഇന്ത്യൻ പെർഫോമൻസ് റിട്ടേൺ എന്ന് പറയുന്നത്, നിഫ്റ്റി 50. ആ സമയത്ത് 2023 കൊടുത്തത് 28% റിട്ടേൺ. എന്നാൽ ഇത് 2014 കൊടുത്തിട്ട് ഇന്ത്യൻ മാർക്കറ്റ് റാങ്ക് നമ്പർ 1 ആയിട്ട് പെർഫോം ചെയ്ത് 2023 ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് ശേഷം അപ്രോക്സിമേറ്റ് പറയാം. അപ്പോൾ ഈ 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഔട്ട് പെർഫോമൻസ് കാണിച്ചത്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 2025-ലും 2024-ലും എല്ലാം ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഡൗൺ പെർഫോമൻസ് ആയിരുന്നു. ഈ ഡൗൺ പെർഫോമൻസ് ഉണ്ടായതുകൊണ്ട് ഇതിന് എപ്പോഴും ഡൗൺ പെർഫോമൻസ് ആയിരിക്കും, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഈ മാർക്കറ്റിൽ ഒരു സൈക്കിൾ ഉണ്ട്, ഓരോ സമയത്തും ഓരോ രാജ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്ന കാണുന്നത്. നിങ്ങൾ റാങ്ക് 1 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ 2014 തൊട്ട് 2024 വരെയുള്ള ഈ കാലയളവിൽ ഓരോ രാജ്യങ്ങളും മാറി മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ടാണ് ഒരു രാജ്യത്തെ ഒരു എക്കണോമിയിൽ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടാണ് DSP ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ഇന്ന് ഗിഫ്റ്റ് സിറ്റിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. DSP ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ടൊരു പോർഷൻ പോകും, കൂടാതെ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോകും. നേരത്തെ പറഞ്ഞ ഫണ്ടായിട്ടുള്ള ടാറ്റ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം. ഇന്റർനാഷണൽ എക്സ്പോഷർ വേണമെന്നുള്ളവർക്ക് ഇന്ത്യയിലും ഒരു പോർഷൻ ഉണ്ടായിരിക്കും, മറ്റ് കൺട്രീസിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ DSP ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് ഉപയോഗിക്കാം. ഈ വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ള ഈ 2 ഫണ്ടുകളും ഒരിക്കലും ഒരു ബൈ കോൾ റെക്കമെൻഡേഷൻസ് അല്ല. ജസ്റ്റ് എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്നുള്ള ആ ഒരു അറിവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും, അതുപോലെ ഇതിൽ ഏതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്, ടാറ്റ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്നും, എന്നാൽ DSP ഡൈനാമിക് ഇക്വിറ്റി ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് അസറ്റുകളെ കുറിച്ച്, മ്യൂച്വൽ ഫണ്ടുകൾ, ETF-കൾ, സ്റ്റോക്സുകൾ, ഇത്തരത്തിൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾ, ഞാൻ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സുകളുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ ആ എൻട്രികൾ ഞാൻ മേക്ക് ചെയ്ത്, ചില സമയത്ത് ഞാൻ സ്റ്റോക്കുകളിൽ നിന്നോ ETF-കളിൽ നിന്നോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നോ എക്സിറ്റ് ചെയ്യുമോ, ഇത്തരത്തിലുള്ള എൻ്റെ പേഴ്സണൽ ഫിനാൻസ് ജേർണിയിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന യാത്രയിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ വരുത്തുന്ന മാറ്റങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തത് നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എൻ്റെ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസുകളായിട്ട് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാം. ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്നും ഇതിലെങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻസും കുറച്ച് ഇൻഫർമേഷൻസും എനിക്ക് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വരും ആഴ്ചകളിൽ മറ്റൊരു വീഡിയോ, ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.